കർണാടകയിൽ ബി.ജെ.പിയുടെ അടിത്തറ ശക്തമാക്കിയ നേതാവാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ യെദ്യൂരപ്പ. 8 തവണ നിയമസഭാംഗം, 4 തവണ മുഖ്യമന്ത്രി, 3 തവണ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, 1 തവണ വീതം ലോക്സഭയിലും നിയമസഭാ കൗൺസിലിലും അംഗമായ കർണാടകയിൽ നിന്നുള്ള മുതിർന്ന ബി.ജെ.പി നേതാവാണ് അദ്ദേഹം. 2016 മുതൽ 2019 വരെ, 1998 മുതൽ 1999 വരെ, 1988 മുതൽ 1992 വർഷങ്ങളിൽ കർണാടക ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. കന്നഡ രാഷ്ട്രീയത്തിലെ ബി.ജെ.പിയുടെ അവസാന വാക്കായ ബി.എസ്. യെദ്യൂരപ്പയ്ക്ക് കുരുക്കാവുകയാണ് പോക്സോ കേസ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 17 സീറ്റ് നേടി കർണാടക ബി.ജെ.പി അത്ര മോശമല്ലാത്ത സ്ഥിതിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് യെദ്യൂരപ്പയ്ക്കെതിരെ നടപടി വീണ്ടും ഉയർന്നു വന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കും. യെദ്യൂരപ്പയ്ക്കെതിരെ നടപടി വേണമെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. എന്നാൽ നടപടിയെടുത്താൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന് മറ്റൊരു വിഭാഗവും ഭീഷണി മുഴക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം യെദ്യൂരപ്പയ്ക്കെതിരെ നടപടി ആവശ്യപ്പെടുമ്പോൾ വിദ്വേഷ രാഷ്ട്രീയം നടത്തുന്നുവെന്നാരോപിച്ച് ബി.ജെ.പി എം.എൽ.എമാരായ സി.ടി. രവി, എൻ. രവികുമാർ, ചളവടി നാരായണസ്വാമി തുടങ്ങിയവരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഗുരുതരമായാൽ കർണാടക ബി.ജെ.പിയിൽ പിളർപ്പുണ്ടായേക്കുമെന്നാണ് സൂചന. ഇതൊഴിവാക്കാൻ കേന്ദ്ര നേതൃത്വം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പോക്സോ കേസിലാണ് യെദ്യൂരപ്പയ്ക്ക് ബംഗളൂരു കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഫെബ്രുവരിയിലാണ് സംഭവം നടന്നതെന്നാണ് ആരോപണം. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തത് മാർച്ചിലാണ്. പോലീസ് സ്റ്റേഷനിൽ തന്നെ മൊഴി നൽകണമെന്ന് യെദ്യൂരപ്പയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അത് ആവശ്യമില്ലെന്നും വീട്ടിൽ വന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നുമാണ് പോലീസ് പറഞ്ഞത്. ശബ്ദ സാമ്പിൾ പോലീസ് പരിശോധിക്കുന്നത് ഏപ്രിലിലാണെന്നും യെദ്യൂരപ്പയെ അനുകൂലിക്കുന്നവർ പറയുന്നു. കേസ് വെറുതെയാണെന്നും തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാവില്ലെന്നുമാണ് ബി.ജെ.പി എം.പിമാർ പറയുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത വ്യക്തിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്നും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെ 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. യെദ്യൂരപ്പ ഡൽഹിയിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മടങ്ങിയെത്തും. എന്നിട്ടും പോലീസ് അടിയന്തര ഇടപെടൽ നടത്തി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസമില്ലാത്ത ബോധമാണിവർക്ക് ഇപ്പോൾ പെട്ടെന്നുണ്ടായിരിക്കുന്നതെന്നും ബി.ജെ.പി നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 2-ന് മാതാവിനൊപ്പം വസതിയിലെത്തിയ പെൺകുട്ടിയെ യെദ്യൂരപ്പ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് കേസ്. അർബുദബാധയിൽ ചികിത്സയിലിരിക്കെ പെൺകുട്ടി മെയ് 26-ന് മരിച്ചിരുന്നു. കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ റിട്ട് ഹർജി നൽകി. ഇതിനു പിന്നാലെ സി.ഐ.ഡി. യെദ്യൂരപ്പയ്ക്ക് ഹാജരാകാൻ നോട്ടീസ് അയച്ചെങ്കിലും അദ്ദേഹം ഹാജരായില്ല. യെദ്യൂരപ്പയ്ക്കെതിരായ നടപടി കർശനമാക്കാനാണ് കർണാടക സർക്കാരിന്റെ തീരുമാനം. കേസിൽ യെദ്യൂരപ്പയെ ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി ജി. പരമേശ്വര പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തീരുമാനമെടുക്കുമെന്നും ജി. പരമേശ്വര പറഞ്ഞു. ഉടൻ തന്നെ സി.ഐ.ഡി. കുറ്റപത്രം സമർപ്പിക്കും. അതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ അവർക്ക് പാലിക്കണം. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യണം. ഇതെല്ലാം നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. സി.ഐ.ഡി. അത് ചെയ്യുമെന്നും പരമേശ്വര പറയുന്നുണ്ട്.